ജാക്ക് ഫ്രൂട്ട് കേസറി ഉണ്ടാക്കാം. ചക്ക വെച്ചിട്ട് നമുക്കൊരു കേസറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക അരക്കപ്പ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് മുറിച്ച്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത അരക്കപ്പ്. റവ അരക്കപ്പ്. റവയുടെയും ഇതും സെയിം ക്വാണ്ടിറ്റി, അതിന് നേരെ ഡബിളാണ് ഷുഗർ. വെള്ളവും നേരെ ഡബിൾ, അതായത് ഒരു കപ്പ് ഷുഗർ, ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് ഷുഗർ. പിന്നെ ഏലക്ക ഒരു 2-3, നെയ്യ് വേണം, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഞാൻ കളർ ചേർക്കുന്നില്ല, പകരം മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ നട്ട്സ്, കിസ്മിസ് ഒക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് നെയ്ക്കകത്ത് ഈ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം. റവയാണ് എടുക്കുന്നത്. വറുത്ത റവ അല്ലെങ്കിൽ നമ്മളൊന്ന് ആദ്യമേ തന്നെ ഒന്ന് വറുത്തെടുക്കണം. കറുത്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയൊന്ന് വഴറ്റാം ആദ്യം. ചക്കയൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അല്ലെ കളർ ചേർക്കാം, ആർട്ടിഫിഷ്യൽ കളർ. നമുക്ക് ഒരു അല്പം, ഒരു 1 പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ്. നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചേക്കാം. നമുക്കിനി ഇളക്കാം. ഇനി നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇനി അഥവാ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം. ചക്കയ്ക്ക് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഷുഗർ കുറയ്ക്കാം. നമ്മൾ വലിയ പീസുകളൊന്നും ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നമുക്ക് 1 സ്പൂൺ ഘീയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ഓപ്ഷനല്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിനി നട്ട്സ്, കിസ്മിസും എല്ലാം ചേർക്കാം. ഓഫ് ചെയ്യാം. ഏലക്കാപ്പൊടി ചേർക്കാം. നമുക്കിത് എണ്ണമയം പുരട്ടിയ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് നെയ്മയം പുരട്ടിയ ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്യാം. നട്ട്സും കിസ്മിസും എല്ലാം ഇട്ട് ഒന്നുകൂടെ ഗാർണിഷ് ചെയ്യാം. ചെറി